സുരേഷ് ബാബു നമസ്കാരം. മനോജ് ചന്ദ്രൻ യെസ് ഓക്കെ നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു താത്ത ലക്ഷദ്വീപിൽ നിന്ന് മലയാളികളെ താണ്ഡവ നൃത്തം പഠിപ്പിക്കാൻ വന്നൊരു താത്ത. നമ്മുടെ ഐലൻഡിൽ നിന്ന്, ലക്ഷദ്വീപിൽ നിന്നും കേരളത്തിലേക്ക് നമ്മുടെ മലയാളികളെ താണ്ഡവ നൃത്തം, അതായത് ഒരു വിഭാഗം ആൾക്കാരെ, താത്തയുടെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. താത്തയുടെ ഇന്നലത്തെ പോസ്റ്റാണ്. ആ പ്രത്യേക വിഭാഗത്തിനോട് പ്രഫുൽ പട്ടേലിൻ്റെ നയങ്ങൾ മാറ്റാത്തിടത്തോളം ഞങ്ങളിൽ ഒരാൾ പോലും പിന്നോട്ടില്ല. പിന്നെ അഗ്നി, ലക്ഷദ്വീപിനെ കാർന്ന് തിന്നാനാണ് ഉദ്ദേശമെങ്കിൽ താണ്ഡവമാടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പിന്നെയും അഗ്നി. അപ്പോൾ ഇന്ന് ഞാനിതിൻ്റെ ഈ ഒരു വിഷയം വരാൻ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് കോടതിയിൽ വളരെ രസകരമായ സംഭവങ്ങളായിരുന്നു. അതായത് നമ്മുടെ താത്ത നമ്മുടെ ജിഹാദി ചാനലിൽ വന്നിരുന്ന് തട്ടിവിട്ടു ബയോളജിക്കൽ വെപ്പൺ. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അപകടമാണ്, ഇത് ബയോളജിക്കൽ വെപ്പൺ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീരിയസ് പ്രശ്നമാണ്, അങ്ങനെയൊന്നും പറയരുത്. അപ്പോൾ ഉടനെ താത്ത അങ്ങ് റൈസായി. പിന്നെ താത്തയുടെ ഡയലോഗ് ഇതാണ്: അതെങ്ങനെയാണ് അടിസ്ഥാനരഹിതമെന്ന് പറയാൻ കഴിയുന്നത്? അതെങ്ങനെയാണ്, അതായത് ഈ ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിച്ചത് എന്ന് നമ്മുടെ അതിനകത്തൊരു ജിഹാദി ഉണ്ടല്ലോ, വന്ന് തിളയ്ക്കുന്ന ഒരു ജിഹാദി, അയാളാണ് ആങ്കർ ചെയ്താൽ കണ്ടോ. അപ്പം അവൻ ചോദിക്കുന്നുണ്ട്, സൈലൻ്റ് ഇതാക്കാൻ മറന്നുപോയി, ഡു നോട്ട് ഡിസ്റ്റർബ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും, സോറി. അപ്പോൾ അവൻ എന്തോ റാവുത്തർ, ഏതോ ഒരുത്തൻ, അപ്പം അവന് വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് വലിയ അപകടം പിടിച്ചൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്, ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? അതിൻ്റെ റിസ്ക്, ഞാൻ ആ എക്സാക്ട് വാക്ക് പറയാം, അതിൻ്റെ റിസ്ക് ആയിഷ ഏറ്റെടുക്കുന്നുണ്ടോ? അപ്പം അവളുടെ തുടക്കമാണ് നമ്മുടെ താത്തയുടെ. അതിൻ്റെ ബയോ വെപ്പൺ എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കണം, വിഷ്ണു സാർ ഒന്ന് ചിന്തിക്കണം. എല്ലാവർക്കും അറിയാം അവിടെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഭയങ്കര കുറവാണ് എന്നത്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആശുപത്രിയൊന്നും പൊളിച്ചു കളഞ്ഞതല്ല, 70-60 വർഷമായിട്ട് ഇതുങ്ങളെല്ലാം കൂടെ അവിടെ നക്കാപ്പിച്ച പരിപാടിയും കാണിച്ച് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ചെല്ലാപ്പോഴത്തേക്കാണ്. അപ്പോൾ ആശുപത്രി ഫെസിലിറ്റി കുറവാണ് എന്നുള്ളത് വിഷ്ണു സാർ ഓർക്കണം, ഭയങ്കര കുറവാണ്. അപ്പോൾ താത്തയുടെ അച്ഛനെ കണ്ടോ ശ്വാസം മുട്ടലോ ഒന്നാണ്ടോ വന്നിട്ട് ഇവാക്യുവേറ്റ് ചെയ്ത് വരാൻ താമസിച്ചു, മരിച്ചുപോയി എന്നൊക്കെ താത്ത കുറച്ച് ദിവസം മുമ്പ് പറയുന്നത് കേട്ടു. അപ്പോൾ അത് ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മുടെ മോഡി സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ ഫെസിലിറ്റീസൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസും ഇല്ലയെന്ന് വെച്ചിട്ട് ഈ പ്രഫുൽ പട്ടേൽ വന്നതിന് ശേഷമാണ് ഈ ആശുപത്രി ഫെസിലിറ്റി ഇല്ലാതായത് എന്ന് തോന്നും ഈ താത്ത പറയുന്നത് കേട്ടാൽ. ഈ ആശുപത്രിയും ഫെസിലിറ്റീസും വരുന്നതിനാണ് ഈ കിടന്ന അഭ്യാസം. ഈ താത്ത അവിടെ അല്ല താമസിക്കുന്നത്, താത്ത ഇവിടെ താമസിക്കുന്നത്. ഈ ബഹളം ഉണ്ടാക്കുന്ന ബഹുഭൂരിപക്ഷം ഇവിടാണ് താമസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ ഇതിൻ്റെ ചാലകശക്തി, ഈ ലക്ഷദ്വീപിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെ ചാലകശക്തി, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രക്സ് പോയിന്റ് ബേപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമേയമൊക്കെ പാസ്സാക്കി, മറ്റേ കാവി അടിച്ചതിനെ പറ്റി, തെങ്ങ് കാവി അടിച്ചതിന് ഇവിടുന്ന് മണ്ടന്മാരെല്ലാം കൂടെ 140 മണ്ടന്മാരും കൊണ്ടിരുന്ന ഒരു പ്രമേയം പാസ്സാക്കി. പക്ഷേ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അധികാരമില്ലാത്ത പ്രമേയമാണ്, ഒരു കാര്യം നടന്നുമില്ല. അപ്പോൾ ബേപ്പൂര് പരിപാടി ഒന്നും നടന്നില്ല. കാരണം ബേപ്പൂരിൽ കൂടാണ് നമ്മുടെ അഭ്യാസങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതായത് നമ്മുടെ ഇവിടത്തേക്ക് വരുന്ന നമ്മുടെ ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ അസ്ത്രം,
അമ്പ്, വില്ല്, പിന്നെ നമ്മുടെ വാര്യംകുന്നൻ നേതാവ്, ഹീറോ, അങ്ങനെ തുടങ്ങിയ സിനിമാക്കാരുടെ നമ്മുടെ മരുന്ന്, ഇതെല്ലാം വരുന്ന ബേപ്പൂർ വഴിയാണ്. പിന്നെ നമ്മുടെ ഒരു മുസ്ലിം രാജ്യമാകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ കേരള രാജ്യത്തിൻ്റെ ആ ഭാഗത്തെ പ്രധാന എക്കണോമി, അതായത് സാമ്പത്തികം നിലനിൽക്കുന്നത് ബേപ്പൂര് വഴിയുള്ള അഭ്യാസമാണ്. അതായത് ഇങ്ങനെ പാകിസ്ഥാൻ, ശ്രീലങ്ക വഴിയൊക്കെ ഇങ്ങനെ കറങ്ങി ഈ ലക്ഷദ്വീപ് തന്നെ നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ ശാസ്ത്രി എത്രയും വളരെ നമ്മുടെ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ചടിലമായ നീക്കത്തിൽ കൂടി നമ്മുടെ പട്ടാളത്തിനെ അവിടെ വിട്ട് നമ്മുടെ ഇന്ത്യൻ പതാക അവിടെ ഉയർത്തിയിരുന്നില്ലെങ്കിൽ അത് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടു. നമുക്ക് നമ്മുടെ ഈ ഐലൻഡ് പാകിസ്ഥാൻ കൊണ്ടുപോകാൻ. കാരണം ഇത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ കുറച്ച് നാൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ആർമി അവിടെ ചെന്നാൽ ഈ ദ്വീപ് കൈയടക്കിയതിന് ശേഷം, കാരണം 1947 വിഭജിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ഏതൊക്കെ ഭാഗം എവിടെയാണ് എന്നൊന്നും ആർക്കും അറിയാതെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് ടകേന്ന് അവിടെ പോയി അവിടെ ഇന്ത്യൻ പതാക ഉയർത്തി നിന്ന് ഒരു 48 72 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ കപ്പലവിടെ വന്നു ഇത് പിടിച്ചെടുക്കാനായിട്ട്. കാരണം അത്ര സ്ട്രാറ്റജിക് പ്ലേസ് ആണ്. അപ്പോൾ ഇവിടുന്നെല്ലാം വരുന്ന ഈ മരുന്ന് 36 ദ്വീപിലാകണ്ടല്ലോ, ആകെ 10 ദ്വീപിലെ ആൾത്താമസം, ബാക്കിയെല്ലാം വെറുതെ കിടക്കുക. അവിടെ എന്തൊക്കെ നടക്കുന്നത് ആർക്കും അറിയാത്ത, എന്ത് വേണേൽ ആകാം. അപ്പം ഇതാണ് അവിടുത്തെ ഇതാണ് അതിൻ്റെ ക്രക്സ്, ബേസിക് ക്രക്സ് ഇതാണ്. അപ്പോൾ ഈ 140 പ്രമേയം എല്ലാം കൂടെ പാസ്സാക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കി ഇതാണ്ട് ഇപ്പോൾ കൈയും കാലും പിടിച്ചു നമ്മുടെ ഇവരെല്ലാം പടന്നുമാരി ഇതൊക്കെ ചെയ്ത് ഇപ്പോൾ നടക്കുക. എങ്ങനെയെങ്കിലും ബേപ്പൂരിൽ ഞങ്ങൾ എന്ത് ഫെസിലിറ്റി വേണേൽ തരാം, ഞങ്ങൾ എന്തും വേണേൽ ചെയ്യാം, നിങ്ങൾ ദയവ് ചെയ്ത് ആ ബേപ്പൂരിലേക്ക് ഈ കപ്പലൊക്കെ ഒന്ന് അടുപ്പിക്കണം, ഈ ഐലൻഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിലാണ് ഇവരുടെ ഈ ഡയലോഗ്, ഈ ജിഹാദി താത്തയുടെ ഡയലോഗ്. അപ്പോൾ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഭയങ്കര കുറവാണ് എന്നത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ അവിടെ എത്തുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അവിടെ ഒന്നും എന്ന് പറയുമ്പോൾ നമ്മുടെ BJPയുടെ വിഷ്ണു, നിങ്ങൾ പറഞ്ഞത് പിൻവലിക്കണം. അപ്പോൾ നമ്മുടെ ആയിഷ താത്ത, അത് എങ്ങനെയാണ് അടിസ്ഥാനരഹിതമെന്ന് പറയാൻ കഴിയുന്നത്? ഏത് നമ്മുടെ കേന്ദ്രം ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്കെതിരെ ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് അടിസ്ഥാനരഹിതമെന്ന് പറയാൻ കഴിയുന്നത്? ഞാൻ തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. അതിലെന്ത് നടപടി വേണമെങ്കിൽ എടുത്തോ, എനിക്ക് പറയാൻ പറ്റും ലക്ഷദ്വീപ് പോലുള്ള സ്ഥലത്ത് വളരെ ക്ലിയർ ആയിട്ട്. അപ്പം എന്ത് നടപടി വേണേൽ എടുത്തു. ഇതായിരുന്നു താത്തയുടെ സ്റ്റാൻഡ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ താത്തയെ മിക്കവാറും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ജിഹാദി സെറ്റപ്പുകളുണ്ടല്ലോ. ഇവന്മാരുടെ കയ്യിൽ നമ്മുടെ ഒരുത്തനെ ഈ മദനി എന്ന് പറഞ്ഞ ഒരുത്തിന് പകത്ത് പോയി കിടക്കുന്നവർ മിക്കവാറും താത്തയുടെ കണ്ടീഷൻ ഏകദേശം അതായിരിക്കും. താത്തയുടെ കാര്യം മിക്കവാറും ഏകദേശം ഒരു തീരുമാനമായി. ഇപ്പം നമ്മുടെ വേറൊരു മദനിയെ ഉയർത്തിക്കൊണ്ടുവരാം, ഒരു സിമ്പൽ. നമ്മുടെ എന്താ JNUവിലെ കുറേ കുനയ്യകുമാർ എന്നൊക്കെ പറഞ്ഞ മറ്റേ കുറേ രാജ്യദ്രോഹികളുണ്ടല്ലോ. അപ്പം അവനെ കൂട്ടൊക്കെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിട്ടി, കയ്യിലൊരു സാധനം കിട്ടി. അപ്പോൾ അവളെ ഇതിങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ ഉള്ള അഭ്യാസമാണ് ഈ നടക്കുന്നത് മുഴുവൻ. അപ്പം ഈ പെണ്ണും പിള്ളേക്ക് ആരും വരുമല്ലോ, അവൾക്ക് ഇത് മനസ്സിലാവുന്നുമില്ല ഇതെന്തോ സംഭവിക്കുന്നെന്നുള്ളത്. അവളിങ്ങനെ ഈ പറഞ്ഞ കാര്യം അവളുടെ ഫേസ്ബുക്കിൽ 10K ലൈക്ക് വരുന്നു. ഇതെല്ലാം കണ്ടങ്ങനെ സെലിബ്രിറ്റി, നമ്മുടെ സിനിമക്കാരെ കണ്ടില്ല, ഞങ്ങൾ സ്വയം സെലിബ്രിറ്റിയാന്ന് പറഞ്ഞത്. അതുമാതിരി ഇവളും സ്വയം സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഡാൻസുകാരി ജാനകി സെലിബ്രിറ്റി സ്റ്റാറ്റസ് എൻജോയ് ചെയ്ത കാര്യം പിടികിട്ടുന്നില്ല. അപ്പോൾ ഈ സംഭവം അറിഞ്ഞോ അറിയാതെയോ, പക്ഷേ ഈ താത്ത ഇതിനകത്ത് പോയി പെട്ടിരിക്കുകയാണ്. പക്ഷേ ഈ താത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. താത്ത ആകെ ഈ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിൽ നമുക്ക് ഏറ്റവും അതിനകത്തൊരു ഗുണം ഉണ്ടായത്, താത്ത ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. ദി ആപ്ലിക്കൻ്റ് ഈസ് എ ഫിലിം ഡയറക്ടർ, ആക്ടർ ആൻഡ് എ മോഡൽ. ഞാനെന്തായാലും ഇവരെ ഡയറക്റ്റ് ചെയ്ത സിനിമയൊന്നും ഞാൻ കണ്ടില്ല. സിനിമ കാണുന്ന ആളാണ്, ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഡയറക്റ്റ് ചെയ്തോ ആക്ട് ചെയ്തോ ഒരു സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കും. മോഡൽ, ഇപ്പോൾ സ്വയം പറയാം, ആപ്ലിക്കൻ്റ് ഈസ് എ ഫിലിം ഡയറക്ടർ, ആക്ടർ ആൻഡ് എ മോഡൽ ഹു ഈസ് ഓൾസോ ഇൻ ദി ഫോർ ഫ്രണ്ട് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ആക്ടിവിറ്റീസ്.
ബീങ് ഓർഗനൈസ്ഡ് അഗെയിൻസ്റ്റ് ദ ഡ്രാഫ്റ്റ് റൂൾസ്. അപ്പം ഞാൻ ഫോർ ഫ്രണ്ടിലാണ് ഈ സമരത്തിൻ്റെ. അതങ്ങ് താത്ത അഡ്മിറ്റ് ചെയ്തു. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ദി ആപ്ലിക്കൻറ്റ് ഹാഡ് ഗെയിൻഡ് മൊമെൻറ്റം ഫോർ ഹെർ പ്രൊട്ടസ്റ്റ്. അതായത് അവർ പറയാം, ഞാൻ നടത്തുന്ന ഈ പ്രൊട്ടസ്റ്റിന് ഒരു മൊമെൻറ്റം കിട്ടി. ആൻഡ് ഗാർണേർഡ് മേജർ സപ്പോർട്ട് ഫോർ ദ സെയിം അക്രോസ് ദ ഗ്ലോബ്. അപ്പം രാജ്യാന്തര സഹായമാണ് സേവ് ലക്ഷദ്വീപ്. ഷേവല്ല, ഏകദേശം ഷേവായി. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് പരിപാടിക്ക് നമ്മുടെ വേറൊരു തമ്പാക്കിയോ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ടൂൾ കിറ്റിൻ്റെ ആൾ, നമ്മുടെ കർഷകരുടെ ടൂൾ കിറ്റ്. ഒരു വർഷം കൊണ്ടായില്ല ഇപ്പോൾ കർഷക സമരം തുടങ്ങിയിട്ട്. അവിടെ അങ്ങനെ കിടപ്പുണ്ട്. 10-25 പേരോ 50 പേരോ 100 പേരോ അവിടെ കിടപ്പുണ്ട് ഇപ്പോഴും. അപ്പോൾ അന്ന് ഫോർട്ട്, നമ്മുടെ റെഡ് ഫോർട്ടിലേക്കൊക്കെ പോകാൻ ഇവന്മാരെല്ലാം കൂടെ ഈ ജിഹാദ് രാജ്യദ്രോഹികളെല്ലാം കൂടെ തട്ടിക്കേട്ടി നമ്മൾ ഇവിടുന്ന് ബിന്ദു അമ്മണിയൊക്കെ പോയിരുന്നു. നമ്മുടെ ബിന്ദു അമ്മണി തുടങ്ങിയ നമ്മുടെ ധീര സഖാക്കൾ ഇവിടുന്ന് പോയിരുന്നു. അപ്പോൾ ആ സംഭവത്ത് ആ സ്ഥലത്തുള്ള ഈ തമ്പർഗോ ആ സ്ത്രീ ഇതിനകത്തൊരു സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ട്വീറ്റ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെണ്ണുപിള്ള അഡ്മിറ്റ് ചെയ്തു, ഇതൊരു വലിയ ഗ്ലോബൽ സംഭവത്തിൻ്റെ നേതാവാണ് ഞാൻ. എന്നിട്ട് ഈ പെണ്ണുപിള്ള നേരെ 4ാമത്തെ പാരഗ്രാഫിൽ, 4ാമത്തെ ഗ്രൗണ്ട് 4 വന്നിച്ച് പറഞ്ഞു, ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. ദി ആപ്ലിക്കൻ്റ് ഓൺ ലേണിംഗ് ദാറ്റ് ഹെർ സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ഗിവൺ റൈസ് ടു her statement has given rise to several controversies and immediately taken to her social media account, wherein she explained her stand and apologized for the statements made. ഇപ്പോൾ അപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവർ ഈ സവർക്കർ നക്കി എന്ന് പറയുന്നത് തന്നെയാണോ ഈ അപ്പോളജി, അതോ ഇനി വേറെ വല്ല അർത്ഥമുണ്ടോ ഈ അപ്പോളജിക്ക് കേരളത്തിൽ ജിഹാദികളുടെ ഇടയിൽ ഈ താത്തയ്ക്ക്? അടുത്തത്, ദി ആപ്ലിക്കൻ്റ് ഹാസ് ഓൾസോ ഗിവൺ ഇൻ്റർവ്യൂസ് ടു സെവറൽ ന്യൂസ് ചാനൽസ് എക്സ്പ്ലെയിനിങ് ദ സെയിം ആൻഡ് അപ്പോളജൈസിങ് ഫോർ ദി സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് ആൻഡ് മെയ്ഡ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഷീ നെവർ ഹാഡ് എനി ഇൻറ്റൻഷൻ ടു എക്സൈറ്റ് ഡിസഫെക്ഷൻ ഓർ ഹേട്രഡ് ടുവേർഡ്സ് ദ ഗവൺമെൻറ്. അതായത് സർക്കാരിനെതിരെ ഒരു ഹേട്രഡോ വെറുപ്പോ ഒരു അഫെക്ഷൻ്റെ കുറവോ ഒന്നും ഉണ്ടാക്കാൻ, അതായത് ആ സെക്ഷൻ 124A എന്ന് പറഞ്ഞ സെഡിഷൻ സെക്ഷനിലെ ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇതുണ്ടാക്കാൻ ശ്രമിച്ചാൽ അകത്ത് കിടക്കും. അതാണ് സംഭവം. അതൊന്നും ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല, എൻ്റെ ആ വാക്കുകൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ ആ വാക്ക് തെറ്റായി പോയത് കാരണം ഞാനതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പറഞ്ഞുപോയി. അതുകൊണ്ട് മാപ്പ്. അപ്പം ഇതാണ് ബെയിൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് പറ്റിയിരിക്കുന്ന അപകടം എന്ന് വെച്ചാൽ സംഭവം അംഗീകരിച്ചു, ഇത് ചെയ്തു എന്നുള്ളത്. സെക്ഷൻ 124A എന്ന് പറഞ്ഞ സെക്ഷൻ പറയുന്നത് ഈ സർക്കാരിന് അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെട്ട ഗവൺമെൻറ്റിനെതിരെ വാക്കുകൊണ്ടോ എന്തെങ്കിലും എഴുത്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ഹേറ്റ്രഡോ ഡിസഫെക്ഷനോ ഉണ്ടാക്കാനായൊരു ശ്രമം ഉണ്ടായാൽ നിങ്ങൾ ഈ 124A എന്ന് പറഞ്ഞതിൻ്റെ കുറ്റത്തിൽ വരും. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ, ഇപ്പം ഞാനാണ് ആദ്യം പരാതിയായിട്ട് മുമ്പോട്ട്. നിങ്ങൾ ഓർമ്മയുണ്ട്, രാത്രിയിലെ 9 മണിക്കെങ്ങാണ്ടാണ് ഈ പരാതി അല്ല ഈ സംഭവം നടക്കുന്നത്. രാവിലെ 9 മണിയായപ്പോൾ 8 മണി 9 മണിയായപ്പോൾ ആരോ എനിക്ക് ഇതിൻ്റെ ഒരു ക്ലിപ്പ് അയച്ചു തന്നു. ഞാനൊരു 12 മണിയായപ്പോൾ DGPക്ക് പരാതി ഫയൽ ചെയ്തു. അത് കഴിഞ്ഞ് കേരളത്തിൽ പുറത്ത് 8 സ്ഥലത്ത് പരാതി ഫയൽ ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. അതിപ്പം 4 സ്ഥലത്തായിട്ടുണ്ട്. 4 സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രോസസ്സൊക്കെ. 5 സ്ഥലത്തായിട്ടുണ്ട്, 4 സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, 9 സ്ഥലത്താണ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇത് 3 മണിയാൻ കണ്ടായപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടു. അപ്പോഴത്തേക്ക് ഉടനെ വൈകിട്ട് ഇത് പിന്നെ ലക്ഷദ്വീപിലും പരാതി ഫയൽ ചെയ്തു. അന്ന് വൈകിട്ട് അവൻ അടുത്ത ദിവസം രാവിലെ കണ്ടു ലക്ഷദ്വീപിലും പരാതിയായി. വേറെ പലരും ഇവിടെ നമ്മുടെ BJPയിലെ പലരും പല യങ്സ്റ്റേഴ്സൊക്കെ വന്നിട്ട് പല പോലീസ് സ്റ്റേഷനിലും പരാതിയെ ഫയൽ ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ വൈകിട്ട് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് ഞാൻ പറഞ്ഞു, വിടില്ല എന്ന് ഞാൻ പറഞ്ഞു. വിടില്ല. കേരളത്തിൽ നിന്ന് എന്തു പറഞ്ഞാലും ഇവിടെ ആർക്കും എന്തു ആകാം. പ്രധാനമന്ത്രിയെ നരാധമൻ എന്ന് വിളിക്കുന്ന ഒരു ജിഹാദി ഡയറക്ടർ
എന്നാ കമാലുദ്ദീൻ, ആർക്കും എന്തും വിളിക്കാം. സുരേഷ് ഗോപിയുടെ തന്തയ്ക്ക് വിളിക്കാം, കാരണം അയാൾ MP ആയിപ്പോയി, BJPയുടെ MP ആയിപ്പോയി. പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കാം. അമിത്ഷായ്ക്ക് കോഡ് വന്നപ്പോഴത്തേക്ക് അവൻ ചാവട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തും പറയാം. അമിത്ഷായുടെ തന്തയ്ക്ക് വിളിക്കാം. ആർക്കും എന്തും ചെയ്യാം, ഇവിടെ എന്തും ചെയ്യാം. ഈ കോഡിനിടയ്ക്ക് പത്തനംതിട്ടയിലോ ഒക്കെ കണ്ടോ ആയുധം, ജലാറ്റിൻ സ്റ്റിക്ക് ഉൾപ്പെടെ സാധനങ്ങൾ വന്നു. സകല നാഷണൽ ചാനൽസും പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയ ആൾക്കാരുടെ പേരുദ്ധരിച്ചിട്ടാണ്, ആ സംഘടനകളുടെ പേരുദ്ധരിച്ചിട്ടാണ് ചർച്ച നടത്തിയത്, ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. ഇവിടോ ചില തീവ്രവാദി സംഘടനകൾ. അപ്പൊ ഇത്രയും, കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്, സിദ്ദിഖ് കാപ്പന് വേണ്ടി കേസ് ഫയൽ ചെയ്യുന്ന വൃത്തുകെട്ടവന്മാര്, ജിഹാദി വൃത്തുകെട്ട നാണം കെട്ടവന്മാര്, 2.5 കോടി സർക്കാരിന്റെ കാശ് വാങ്ങിച്ചിട്ട് പുട്ടടിച്ച് വെള്ളം അടിച്ച് കളഞ്ഞിട്ട് കള്ളക്കണക്ക് ഹാജരാക്കിയിട്ട് ഇപ്പൊ വീട്ടിലായി നിൽക്കുന്നത്. ഞാൻ 2 ദിവസം അതിന് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ പന്ന രാജ്യദ്രോഹികളാണ് ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ അഭ്യാസം കാണിക്കുന്നത്. അപ്പൊ ഈ താത്ത കൊണ്ടൊന്ന് കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തപ്പോഴും ഇന്നലെയാണ് താത്ത ഈ താണ്ഡവം ആടും. അപ്പൊ ഇന്ന് കേസെടുത്തപ്പോഴത്തേക്ക് താത്തയുടെ വക്കീൽ പറഞ്ഞു, ഇത് പറ്റിപ്പോയി. വക്കീൽ വാദം ഇതാണ്, പറ്റിപ്പോയി. അവരിങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല. പാവംകുട്ടി, വെറും പാവംകുട്ടി, കഷ്ടം, അയ്യോ കഞ്ഞിക്ക് വകയില്ല നിൽക്കുന്ന കാര്യം. പണ്ടൊരു ഇതുണ്ട്, എന്താ പറയുന്നത്, വക്കീലിങ്ങനെ കോടതിയിൽ പിന്നെ ബെയിലിന് വേണ്ടി വാദിക്കും, ജാമ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കോട്ട് മാറ്റി ഇങ്ങനെ തടവെന്ന് കേട്ടിട്ടുണ്ട്. കാരണം സിനമോസ് ലോയർ, വൺ ഓഫ് ദ ബ്രില്യൻ ലോയേഴ്സ്, ബെസ്റ്റ് ലോയേഴ്സ് ഇൻ ദ ഫീൽഡ്, അദ്ദേഹത്തിന് പോലും വാദം പറയാനൊന്നുമില്ല. കാരണം അത്ര നേക്കഡായിട്ട് രാജ്യദ്രോഹ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിസ്സാര കാര്യമല്ല ഈ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ 1972 തോന്നുന്നു, 1972 ജനീവ കൺവെൻഷൻ, 1972 ജനീവ, 1972 10 ഏപ്രിൽ 1972 ജനീവയില് ഒരു കൺവെൻഷൻ ഉണ്ടായിട്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കി. ബയോളജിക്കൽ വെപ്പൺ കൺവെൻഷൻ എന്നാണ് അതിൻ്റെ പേര്. ആ ട്രീറ്റിയുടെ പേര് ബയോളജിക്കൽ weapons convention or biological and toxin weapons convention. The treated a full name, Convention on the Prohibition of the Development, Production and Stockpiling of Bacteriological, biological and toxin weapons and on their destruction. അപ്പോൾ ഈ കരാറിൽ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട്, ഇന്ത്യയെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ട ഒരു രാജ്യം ബയോളജിക്കൽ വെപ്പൺ കൈവയ്ക്കുകയോ ഉണ്ടാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്ത് നിരോധിച്ചിരിക്കുക, അത് രാജ്യാന്തര കുറ്റമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ജിഹാദി പെണ്ണുമുള്ള വൃത്തുകെട്ട രാജ്യദ്രോഹി അവൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ബയോളജിക്കൽ വെപ്പൺ കേന്ദ്ര സർക്കാർ ഈ ലക്ഷദ്വീപിലെ ആൾക്കാർക്ക് സ്വന്തം സിറ്റിസനെതിരെ ഉപയോഗിച്ചു എന്ന് ഒരുത്തി വന്നിരുന്ന എന്നും പുലമ്പാന്നു. എന്നും പറയാമെന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ വന്നിരുന്ന് പറയാം. അപ്പം ഒരു രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സിറ്റിസൺ, രാജ്യത്തിൻ്റെ സ്വന്തം ഒരു സിറ്റിസൺ വന്നിട്ട് ഇത് പറയുകയാണ്, ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്കെതിരെ ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനും ചൈനയ്ക്കും ഒക്കെ ഏറ്റവും എളുപ്പമായില്ലേ? നാളെ ഒരു റെസൊല്യൂഷൻ UN വന്നാൽ എന്ത് ഉത്തരം പറയും? ഇതാ നിങ്ങളുടെ തന്നെ ആള് പറയുന്നു അവിടെ ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുന്നു. ഇത്ര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകിൽ ആളുണ്ടെന്നുള്ളതിന് വ്യക്തമാണ്. ഇത് ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ്? കാരണം ഈ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട, ഈ സ്റ്റേറ്റ്മെന്റ് വന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ചാനലിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ എത്രയോ ദിവസമായി
എത്രയോ ദിവസമായി ഇവിടെ ചർച്ചകൾ നടക്കുന്നു. ഇതിനകത്ത് ആരെങ്കിലും ഈ ഒരു വാക്ക് ഉപയോഗിച്ചോ? ഒരു വാക്കല്ല, വെറും ഒരു സിംഗിൾ വാക്കല്ല. അവർ പറയുന്നത് കോവിഡ് എന്ന് പറയുന്ന ആ വൈറസിനെ കേന്ദ്രം ഈ പ്രഫുൽ പട്ടേൽ എന്ന് പറഞ്ഞ ആൾ വഴി ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു, റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, വീണ്ടും ചോദിക്കുമ്പോൾ പറയുന്നു, ഞാനത് വ്യക്തമായി തെളിയിച്ചു തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് ആ സ്ത്രീ പറയുന്ന ചൈന ഇത് ലോകത്തിനെതിരെ ഉപയോഗിച്ചു. അത് മാറ്റിവെച്ചാൽ അതേ സാഹചര്യം ഇപ്പുറത്തേക്ക് വന്നാൽ ഇന്ത്യ ഇത് ഞങ്ങൾക്കെതിരെ ഉപയോഗിച്ചു. അപ്പൊ ഈ പെണ്ണിന്റെ ഒരു ഈ താത്തയുടെ ഒരു 21 മെയിൽ വന്ന ഒരു ഇതൂടെ വായിക്കാൻ ഞാൻ എന്താ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ഇന്ത്യ ജനാധിപത്യ രാജ്യമായി മാറുകയും ചെയ്തു അല്ലേ, എന്നിട്ടും ഞങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിലെ ഏക ദ്വീപായ ലക്ഷദ്വീപിനെ അടിമുടി അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ. അപ്പൊ അതിനകത്ത് മുസ്ലിം ആംഗിൾ കൊണ്ടുവന്നു. അപ്പൊ കേന്ദ്ര സർക്കാർ മുസ്ലിമിനെതിരാണ്, മുസ്ലിം വേട്ടയാണ്. അപ്പം ഇതൊരു വളരെ കൃത്യമായ പ്ലാനിങ് ആണ്. അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ ഈ പരാതിയായിട്ട് ഇറങ്ങിയത്. അപ്പം നമ്മുടെ ഒരു മുതിർന്ന അഭിഭാഷകൻ, പൊക്കം കൊണ്ടാണ്, മുതിർന്ന അഭിഭാഷകനെയൊക്കെ കൊണ്ടിറക്കി. കാരണം ഇവരുടെ ഇഷ്ടം പോലെ ആളുണ്ട്, ചിക്കിൽ കൊടുത്താൽ വന്ന് വീഴുന്ന ഒരുപാട് പേരുണ്ട്. അവർ മുതിർന്ന അഭിഭാഷകനെ കൊണ്ടിറക്കി. പിന്നെ വന്ന് ഇറക്കിയിട്ട് ഒരു പ്രസ്താവനയും കാര്യങ്ങളൊക്കെ ഇറക്കി. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഭയങ്കര സംഭവം. സോഷ്യൽ മീഡിയയിലെ പത്രത്തിൽ എഴുതുന്നു, 124A ഈ കേസിൽ നിൽക്കില്ല പ്രസ്താവിച്ചു അദ്ദേഹം. അപ്പം ഞാൻ വിചാരിച്ചടാ, രാവിലെ ഇത് ആരാണ് എനിക്ക് അയച്ചത്. അപ്പം ഞാൻ വിചാരിച്ചത് കോടതിയിൽ കേസ്, ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇത് കേസ് എടുത്ത് വെച്ച് നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് ഈ മറ്റേ പൊക്കം കൂടിയ എന്താ പറയുന്നത്, മുതിർന്ന അഭിഭാഷകൻ, ടി വിയിലൊക്കെ വരും, മുതിർന്ന അഭിഭാഷകൻ, വലിയ അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട്. അപ്പം അദ്ദേഹം വന്നിട്ട് പറഞ്ഞു 124 നിൽക്കത്തില്ല. അപ്പം ഇവിടെ എല്ലാം ജിഹാദികളെല്ലാം കൂടെ കയ്യടി ചാടുന്നു. ഇവരെ ഇവന്മാരെ വെറും വക്കീൽ അവിടെ കൊണ്ട് കൊടുക്കും, ഒരു കാര്യമില്ല, അതിനകത്ത് ചുരുട്ടിക്കുട്ടി ദൂരെ എറിയും. ഇന്ന് അവസാനം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ക്രിമിനൽ അഭിഭാഷകനെ കോടതിയിൽ വന്നിരുന്ന മാപ്പാക്കണം, അയാൾ മാപ്പ് പറഞ്ഞു. ഇങ്ങനൊന്നും പറയാൻ പറ്റുന്നൊരു കുട്ടിയല്ല, കഷ്ടമാണ് ആ കുട്ടി. ഇങ്ങനെ ഞങ്ങൾ എന്ത് രീതിയിലും സഹകരിക്കാൻ തയ്യാറാണ്. അന്വേഷണത്തിന് എവിടെ വേണേ വരാം, എങ്ങോട്ട് വേണേ വരാം, ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. കഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് സ്ഥിതി. എന്നിട്ട് പുറത്തിറങ്ങിയാൽ വന്ന് തള്ളും, മുട്ടിഞ്ഞ തള്ളും. അപ്പോൾ ഇതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്ത് തെമ്മാടുത്തരവും ആർക്ക് അതായത് സംഘപരിവാറാണെങ്കിൽ ചാണകം അതൊക്കെ വിവരക്കേട് വിളിച്ചോട്ടെ. പക്ഷെ രാജ്യവിരുദ്ധമായ എന്ത് തെമ്മാടുത്തരവും കേരളത്തിൽ ഇരുന്ന് പറയാം എന്നുള്ള ആ ധാരണ മാറ്റിയെടുത്തിട്ടേ വേറെ കാര്യമുള്ളൂ. ഇപ്പോൾ ഈ സ്ത്രീ ഓട്ടം തുടങ്ങിയല്ലോ. കേരളത്തിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വക്കീലിനെ പോയി കണ്ടു. പൈസ ആരാ കൊടുത്തെന്ന് എനിക്കറിയില്ല, അതിപ്പോൾ നമുക്ക് അന്വേഷിച്ചറിയാം. പൈസ മുടക്കേണ്ടി വന്നു. വലിയ അഭിഭാഷകൻ, മുട്ടിഞ്ഞ കാശായി, ഹൈക്കോടതിയിൽ തെണ്ടി നടക്കുക. എന്നിട്ട് വന്ന് കാലി വീണ് മാപ്പ് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷൻ. അപ്പം ഇന്ന് സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി അങ്ങോട്ടൊന്നും പോകണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് സംഭവിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പം ഇനി കവറത്തിൽ പോയി അല്ലെങ്കിൽ എന്താ ലക്ഷദ്വീപിലേക്ക് പോയി ആ പോലീസ് സ്റ്റേഷനിൽ പോയി അവന്മാരെ 3-4 ദിവസം ചോദ്യം ചെയ്യും. ആ ചോദ്യം എല്ലാം അവിടെ പോയി ഇരുന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ഒരാഴ്ചത്തേക്ക്, കാരണം കോടതി ഉത്തരവ് പറയാൻ ഈ കേസ് റിസർവ് ഇരിക്കുക, ഓർഡർ പറയാൻ റിസർവ് ഇരിക്കുക. അപ്പം അത്രയും ആ കാലത്തേക്ക് അറസ്റ്റ് ചെയ്താൽ താൽക്കാലിക ജാമ്യത്തിൽ വിടണം. അപ്പം അതിന് മജിസ്ട്രേറ്റ് കോടതിയിൽ പോകണം, അവിടുത്തെ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യണം, ജാമ്യക്കാർ വേണം. അനി അത് കഴിഞ്ഞ് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയാൽ പോലീസിന് വീണ്ടും വേണേൽ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് കിടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് ഇത് വിസ്താരത്തിന് സെഷൻസ് കോടതിയിൽ പോകണം, അല്ലെങ്കിൽ ഇത് ക്വാഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതിയിൽ പോകണം. അപ്പോൾ ഈ ക്വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ FIR ഇല്ലാതാക്കുക.
അപ്പം ഈ 124 നിൽക്കില്ല, ഇത് ഒരു കാരണവശാൽ നിൽക്കത്തില്ല, ഇത് രാജ്യവിരുദ്ധ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് നമ്മുടെ മന്ത്രി, പിന്നെ സ്പീക്കർ, ഏതോ മൃഗത്തിന്റെ പേരുള്ളൊരു നേതാവ്, ഇവരെല്ലാം കൂടെ വന്ന് അടുത്ത് തള്ളു. ഇത് രാജ്യദ്രോഹം നിൽക്കില്ല ഈ സ്റ്റേറ്റ്മെന്റിൽ, അതുകൊണ്ട് 124 ഇല്ല. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ക്വാഷിയം കൊടുക്കുക. സെക്ഷൻ 482 CRPC അനുസരിച്ച് ക്വാഷിയം കൊടുക്കുക. ഈ FIR നിലനിൽക്കില്ല, എനിക്കെതിരെ രാജ്യദ്രോഹം കുറ്റം നിൽക്കില്ല, ഞാൻ ആകെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇത് ശരിയല്ല ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കോടതി സ്റ്റേ ചെയ്തനെ, ഈ FIR തന്നെ സ്റ്റേ ചെയ്തനെ. അപ്പൊ പിന്നെ അങ്ങോട്ടും പോകേണ്ട കാര്യമില്ലായിരുന്നു, ആ ഏരിയയിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. FIRലെ തുടർ നടപടികൾ കോടതി സ്റ്റേ ചെയ്തനെ. ഒരുപാട് കേസിൽ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ FIR, എനിക്കിട്ടൊരു FIR നിലനിൽക്കുന്നതല്ല, ഇത് വെറും പൊളിറ്റിക്കൽ വിക്ടിമൈസേഷൻ ആണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെല്ലാം ഉണ്ടെങ്കിൽ, നിയമപരമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? ഈ 482 അനുസരിച്ച് FIR ഫയൽ ചെയ്ത് നീക്കം ചെയ്യാൻ, ഇല്ലാതാക്കാനായിട്ട് കേസ് കൊടുക്കുക. കേസ് കൊടുത്തിട്ട് അതിനകത്ത് FIRന്റെ തുടർ നടപടികൾ സ്റ്റേ വാങ്ങിക്കുക. ഈ ബെയിലിനെ കാട്ടി എളുപ്പമാ. അപ്പൊ അതെന്താ ചെയ്യാത്തെ? ഏറ്റവും പ്രഗത്ഭനായ വക്കീലിനടുത്താണല്ലോ ഇവർ ചെന്നത്. ആ വക്കീൽ എന്താ അഡ്വൈസ് ചെയ്യാത്തെ? ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും നിൽക്കുന്നുള്ളത്. ഈ മുതിർന്ന അഭിഭാഷകരും ഇവിടുത്തെ കുറെ ചൂത്ത സഖാക്കൾക്കും കുറെ ജിഹാദികൾക്കും അല്ലാതെ ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവും. കാരണം രാജ്യം സ്വന്തം ജനങ്ങൾക്കെതിരെ ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് മാപ്പ് പറഞ്ഞൊന്ന് കള്ളത്തരോ? അത് കോടതിയിൽ പോയി മാപ്പ് പറയുക. എന്നിട്ട് പുറത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഈ സ്ത്രീ മാപ്പ് പറയുന്നത്? ഇത്രയും വലിയ കള്ളത്തരം കോടതിയിൽ വന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയില്ലേ എല്ലാത്തിനും? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ പോയി ഓടി, അത് കഴിഞ്ഞ് ഇനിയിപ്പോ സെഷൻസ് കോടതിയിൽ ഈ കേസ് നടത്താൻ പോകണം, അവിടെ പോയി വീണ്ടും ജാമ്യം എടുക്കണം, കേസ് നടത്താൻ പോകണം. ഇതാണ് ഇതിനുള്ള പ്രധാന ശിക്ഷ. ഇനി ഈ കേസ് അവസാനം ശിക്ഷിക്കുന്നതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതിനുള്ള പ്രധാന ശിക്ഷ. അപ്പൊ കേസ് നടത്താൻ വക്കീൽ പൈസ കൊടുക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് കോടതിയിൽ പോയി കയറി പ്രതികൂട്ടി നിൽക്കണം. ഈ പ്രോസസ്സ് ഇന്ത്യയിൽ 8-9 സ്ഥലത്തുണ്ടാവും. മിസ് ഐഷ സുൽത്താന. ഈ കേരളത്തില് കോടതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഇതുമാതിരി തെമ്മാടിത്തരങ്ങളാണ് ഒരുപാട് ചെയ്യുന്നത്. ഈ തെമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ ഒന്നിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഈ സഖാക്കളെ, അതായത് സഖാക്കളായിട്ടുള്ള സർക്കാർ വക്കീലന്മാർ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല കൊടുത്താലും വെയിൽ കൊടുത്തോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ലീഡർമാർ വന്നിരുന്ന് അവരുടെ കാലത്ത് കൊടുത്തോട്ടെ, വെയിൽ കൊടുത്തോട്ടെ. അപ്പോൾ ഉടനെ ജഡ്ജി എഴുതി വയ്ക്കും, പ്രോസിക്യൂട്ടർ വെഹിമെന്റ്ലി ഒപ്പോസ്റ്റ്, ശക്തിയുക്തം എതിർത്തു. അപ്പം ഇതൊരു സ്ഥിര ഏർപ്പാടാണ് ഇവിടെ. അപ്പം കോടതിയും ആ ഒരു ലെവലിലാണ്. അപ്പം ഇതിന്റെ ഒരു സീരിയസ് ഇംപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് ആ ഒരു ഇൻഡെപ്തിലേക്ക് പോകാൻ പല കേസിലൂടെ കോടതി അതിനുള്ള അവസരം കിട്ടാറ് പോലും ഇല്ല. അവർക്ക് അങ്ങനത്തെ ചർച്ചയുണ്ടാകാറില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തെ കോടതികൾ അങ്ങനൊന്നുമല്ല. അവിടെ ചെന്നാൽ വിവരം അറിയും, അവിടെ എത്തിക്കും ഞങ്ങൾ. അതിന് യാതൊരു തർക്കവും വേണ്ട. ഈ കേരളത്തിൽ നിന്ന് എന്ത് തെമ്മാടിത്തരവും പറയാന്നുള്ള ഈ പരമനാറി ജിഹാദികളുടെയും സഖാക്കളുടെയും ഈ ഹുങ്കുണ്ടല്ലോ, കൈ വെച്ചാൽ മതി. അത് നിങ്ങളുടെ കയ്യിൽ 8 മടക്കി വെച്ചാൽ മതി. ഇവിടെ ഇരുന്ന് വൃത്തികേട് പറഞ്ഞാൽ, നിയമവിരുദ്ധമായ എന്തെങ്കിലും, ഈ പറഞ്ഞ രാജ്യവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയാൻ ശ്രമിച്ചാൽ അത് ഇതേ രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. എല്ലാ കോടതികളിലും കാണും. ഇതുമാതിരി നോട്ടീസ് വരും വേറെ കോടതിയിൽ നിന്ന്, പോയില്ലെങ്കിൽ വന്ന് പൊക്കിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ ഇതുമാതിരി ഹൈക്കോടതി പോകണം, അവിടുത്തെ ഹൈക്കോടതി പോകണം, അവിടെ വക്കീലിനെ കണ്ടുപിടിക്കണം, അവിടുത്തെ ഹൈക്കോടതി പോയി ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യണം. എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇതുമാതിരി മൂവ് ചെയ്യേണ്ടി വരും. ഫണ്ട് ശേഖരിച്ചോ. നമ്മുടെ ഒരു ജിഹാദി, ഒരു ലവ് ജിഹാദി പെട്ടുപോയല്ലോ, ഒരു സഖാവിൻ്റെ മോള്. അവർക്ക് വേണ്ടി പോപ്പുലർ ഫണ്ട് SDPIയും കൂടെ ഫണ്ട് കളക്ട് ചെയ്തതാണ്. ആരായിരുന്നു തന്ന ആളുടെ പേര്? ഒരുത്തിയുണ്ടല്ലോ,
എന്താ ഹാദിയ, അത് ഹാദിയെന്നോ എന്താണ്ടൊരു വൃത്തികെട്ടോ സാധനം. അപ്പോൾ അവക്ക് വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ പോയി ഹാരിസ് ബീലാൻ വഴി കപിൽ സിബലാണ് അപ്പിയർ ചെയ്യുന്നത്. ഒരു സിറ്റിങ്ങിന് 50 ലക്ഷം വാങ്ങിക്കുന്ന, 25-ലോ 50 ലക്ഷം വാങ്ങിക്കുന്ന വക്കീലന്മാരാണ് ഹാജരാകുന്നത്. പൈസ ഇവിടുന്ന ഇതെല്ലാം പോപ്പുലർ ഫണ്ട് തന്നെ ഇതിനകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് കൊടുത്ത്. ഇപ്പം ഈ ജിഹാദി കാപ്പം കിടക്കുന്നത് അതുകൊണ്ടാണ്. ഇത് വെളിയിൽ നിന്നാണ് വരുന്നത്, മസ്കറ്റിൽ നിന്നോ ഒമാനിൽ നിന്നൊക്കെ പൈസ വരിക. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ കാണാറില്ല, ഇവിടുന്ന് പോയിരിക്കുന്ന ജിഹാദികളെല്ലാം അവിടെ പോയിരുന്ന അവിടെ എന്താ പറയുന്നത് കക്കൂസമൊക്കെ കഴുകിയിട്ട് അറബിയുടെ ഒട്ടാചാണകമൊക്കെ വാരി ഉള്ള കാശ് മുഴുവൻ ഈ കുറേ പൈസ ഇതിനാണ് പോകുന്നത്, ഈ ഏർപ്പാടിനാണ് പോകുന്നത്. അതുകൊണ്ടല്ലേ ഈ നോട്ട് നിരോധനം വരികയും മറ്റതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇമാരെല്ലാം കൂടെ തിളച്ച് തുള്ളിയത്. കാരണം ഇമാരുടെ അഭ്യാസത്തിന് പൈസ വരെ വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ അതുകൊണ്ട് പൈസ കളക്ട് ചെയ്യാൻ തുടങ്ങിക്കോ ഇന്ത്യ മുഴുവൻ. ഇതിപ്പോൾ 9 ആയിട്ടുള്ളൂ, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ സംസ്ഥാനത്തും ഒന്ന് പോയി വരാൻ പറ്റുമെന്ന് കൊണ്ടുപോയിരിക്കും. ഈ രാജ്യദ്രോഹത്തിന് മാപ്പില്ല. നേഷൻ ഫസ്റ്റ്. എന്നെ സംബന്ധിച്ചോളം ഹിന്ദു ഫസ്റ്റ്, പിന്നെ നേഷൻ ഫസ്റ്റ്. കാരണം ഞാനെന്ന ഹിന്ദു, എൻ്റെ ദൈവങ്ങളും ഇല്ലെങ്കിൽ ഈ രാജ്യമില്ല. ഞങ്ങളില്ലെങ്കിൽ ഈ രാജ്യം മതേതരമായിരിക്കില്ല. ഞങ്ങൾ ഹിന്ദുക്കൾ മതേതരം ആ ഒരു വിശാല മനസ്കരായെന്നാണ് ഈ തെമ്മാടിത്തരം കാണിക്കാൻ ഇവിടെ നിങ്ങളൊക്കെ കാണുന്നത്. നെഞ്ചത്തോട്ട് കയറണ്ട. അതൊക്കെ പാകിസ്ഥാനിലും സിറിയയിലും ഒക്കെ മതി. ഇപ്പോൾ ഒരുത്തിയുണ്ടല്ലോ സിറിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കിടന്ന് ചാവുന്നു. പൊക്കണോ അങ്ങോട്ട്? ഇവിടെ ഈ രാജ്യത്തിൻ്റെ നിയമവും ഭരണഘടനയും ഭൂരിപക്ഷ ജനതയും അംഗീകരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് താമസിക്കാമെങ്കിലും മതി. ബോംബ് പൊട്ടിക്കാനും ഈ പറഞ്ഞ അഭ്യാസം കാണിക്കാനും അവിടുന്ന് മറ്റേ കഞ്ചാവ് ഇങ്ങോട്ട് കൊണ്ടുവരാനും മരുന്ന് കൊണ്ടുവരാനും അത് വെച്ചിട്ട് കാശുണ്ടാക്കിയിട്ട് ഇവിടെ രാജ്യത്തിനെതിരെ ഉപയോഗിക്കാനും ഒരുത്തനും അധികാരമില്ല. അതൊക്കെ സിറിയയിലും പാകിസ്ഥാനിലും മതി, ഇന്ത്യയിൽ വേണ്ട. കൈ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഐഷത്താത്തോടെ എനിക്ക് പറയാനുള്ളത്, മര്യാദക്ക് അതുമായിട്ടുള്ള ജിഹാദികളോട് മര്യാദക്ക് ഇവിടെ കിടന്ന് ഈ അഭ്യാസമൊന്നും ആരോടും കാണിക്കണ്ട. ഈ ജിഹാദികൾക്കും ഈ പ്രത്യേകിച്ച് ഐഷത്താത്തയ്ക്ക് പിടികിട്ടി കാണും. കാര്യം നിസ്സാരമൊന്നുമല്ല. അങ്ങനെ എന്നും പറഞ്ഞിട്ട് അതുവഴി അങ്ങ് ഇവിടെ പാട്ടും പാടി നടന്ന് താണ്ഡവം ആടാം എന്നൊക്കെ ഒന്നും വിചാരിക്കില്ലെങ്കിലേ, താണ്ഡവം ഞങ്ങളാടും, അല്ലെങ്കിൽ ഞങ്ങൾ ആടിക്കും. അങ്ങനെ അങ്ങ് എളുപ്പം ഒരു നടക്കി പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. വിടാൻ ഉദ്ദേശവുമില്ല. അതിന് അറ്റം വരെ പോയിരിക്കും. അറ്റം വരെ മതി, നിർത്തിക്കോ. അപ്പം കാര്യം പിടികിട്ടിയല്ലോ. അപ്പം എൻ്റെ ഇത് കേൾക്കുന്ന ഹിന്ദു സുഹൃത്തുക്കൾക്കും കാര്യം പിടികിട്ടല്ലോ. നമ്മൾ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല. നമ്മളെ സംബന്ധിച്ചോളം രാജ്യമാണ്. ചോറ് ഇവിടെയും കൂറ് അവിടെ അല്ല. നമുക്ക് ചോറും കൂറും ഇവിടെ. നമുക്ക് ഇതേ ഒരു രാജ്യമേ ഉള്ളൂ. നമുക്ക് തേടിപ്പോകാൻ വേറെ രാജ്യമില്ല. നമുക്ക് ഇന്ത്യ മാത്രം, നമ്മുടെ ഭാരതം മാത്രം. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോ ഹിന്ദുവിൻ്റെയും ചുമതലയാണ്. നമ്മുടെ ഭാരതം, നമ്മൾ ജനിച്ചു വളർന്ന ഭാരതം, ആ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ശക്തിയുക്തമായി നിർത്തുന്ന ഒരു ഭാരതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്, ആ കടമ ഞാനും ഏറ്റെടുത്തിട്ടുണ്ട്. ഈ അഭ്യാസം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതിന് അറ്റം കണ്ടിട്ടേ പോകുള്ളൂ. യാതൊരു തർക്കവും വേണ്ട. ഇതിനകത്ത് ഇപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ അടുത്ത ആഴ്ച കോടതി ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്താലും, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഇവർക്ക് കൊടുത്താലും കേസ് നിലനിൽക്കും. നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അവർ പോയി ജയിലിൽ കിടക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നൊന്നുമില്ല. കിടന്നാലും കിടന്നില്ലെങ്കിലും ഒരുപോലെ ഉള്ളൂ. ഈ കേസിൻ്റെ മെറിറ്റിൽ 124A 153B നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കോടതിയിൽ ട്രയൽ ഫേസ് ചെയ്യണോ ഇല്ലയോ എന്നുള്ളതാണ്. കേസിലെ പ്രതിയാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. കേസിലെ പ്രതി, പോലീസ് സ്റ്റേഷൻ എൻക്വയറി, മജിസ്ട്രേറ്റ് കോടതി, അത് കഴിഞ്ഞ് സെഷൻസ് കോടതി, പിന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി. ഈ പ്രോസസ്സ് ബാക്കി 8 അല്ലെങ്കിൽ 9 സംസ്ഥാനത്തിൽ ഈ സ്ത്രീക്ക് അത് ചെയ്യേണ്ടി വരും. ഇതുമാതിരി ഇവിടെ ഇരുന്ന് ആര് അഭ്യാസം കാണിച്ചാലും അവരും ഇത് തന്നെ ആയിരിക്കും അവരുടെ ഫലം. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു.
ഒരു കാരണവശാലും നമ്മൾ ഇതിനകത്ത് വിട്ടുവീഴ്ചയ്ക്ക് മാപ്പില്ല. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം, നമസ്തേ.